everyone, welcome back to Xylem Learning. അക്ഷയ് സാറാണ്. അക്ഷയ് സാറ് നിങ്ങൾക്ക് ബയോളജി എടുക്കുന്ന ഫാക്കൽറ്റിയാണ്. സോ ഇന്ന് അക്ഷയ് സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ ഓൾറെഡി കണ്ടു. 5 മിനിറ്റിൽ നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നു 5 മാർക്ക്. അതും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഗെറ്റിംഗ് ടു നോ പ്ലാൻസ്. ആ ഒരു ചാപ്റ്ററിലെ 5 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടും. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വീതം. അങ്ങനെ 5 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 5 മാർക്കാണ്. സോ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെഷൻ ആരംഭിക്കാം. സോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ സ്റ്റെം? അതായത് ഒരു ചെടിയുടെ സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ എന്താണ്? ചെടിയുടെ ഭാഗമാണല്ലോ ഈ സ്റ്റെം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെടിയെ അത് നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന ഭാഗം സ്റ്റെമ്മ് തന്നെയാണ് തീർച്ചയായിട്ടും. ആ സ്റ്റെമ്മിൽ പലതരത്തിലുള്ള സാധ്യതകളുണ്ട് അല്ലേ? ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലേസർ പോയിൻ്റോട് ഞാൻ മാർക്ക് ചെയ്യുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ എന്ത്, സ്റ്റെമ്മ് എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് ഈ സ്റ്റെമ്മ് എന്ന് പറയുന്ന ഭാഗം, ശരിയല്ലേ? ആ സ്റ്റെമ്മിലാണ് എന്തുള്ളത്? ലീഫ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ? ശരിയല്ലേ? ആണ്. അപ്പോൾ സ്റ്റെം യഥാർത്ഥത്തിൽ ഈ ലീഫിനെയും ഫ്ലവറിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പിടിച്ചു വെക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാം നമ്മുടെ ഇലകളിലേക്കൊക്കെ വെള്ളം എത്തണ്ടേ, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ വെള്ളം എവിടെയാണ് ഉള്ളത്? മണ്ണിലാണ്. ആ മണ്ണിലുള്ള വെള്ളത്തെ വേരുകൾ അബ്സോർബ് ചെയ്തതിന് ശേഷം സ്റ്റെമ്മിലൂടെയാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ഇലയിലേക്ക് പോകുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സ്റ്റെം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഫങ്ഷൻസിലേക്ക് കടക്കാം. ഫോളോവിങ് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റെം. അപ്പോൾ നമുക്ക് ഒരു ഫങ്ഷനായിട്ട് പറയാൻ പറ്റില്ല, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫോളോവിങ് എന്ന് പറയുന്നത്. ഒന്നാമത് എന്താ? സ്റ്റെം ഹോൾഡ് ദ പ്ലാന്റ് അപ്രൈറ്റ്. ചെടിയെ നിവർത്തി നിൽക്കാൻ സഹായിക്കുന്നു, നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. സ്റ്റെം കണ്ടക്ട് വാട്ടർ ടു ദ ലീഫ്. ഇലകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് സ്റ്റെമ്മാണ്. സ്റ്റെം കണ്ടക്ട് ഫുഡ് ഫ്രം ലീഫ് ടു അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. ചെടികളുടെ ഇലകളിൽ ഫുഡ് ഉണ്ടാവും, നിങ്ങൾക്കറിയാം. ആ പ്രോസസ്സിൻ്റെ പേരും നിങ്ങൾക്കറിയാം, ഫോട്ടോസിന്തസിസ് ആണ്. ആ ഫോട്ടോസിന്തസിസ് പ്രകാരം ഉണ്ടാകുന്ന ഫുഡിനെ ചെടിയുടെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെമ്മ് തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാവ് റെറ്റിക്കുലേറ്റ് വീനേഷൻ? മക്കളെ മനസ്സിലാക്കുക, 2 തരം വീനേഷൻ ഉണ്ട്, റെറ്റിക്കുലേറ്റ് ആൻഡ് പാരലൽ വീനേഷൻ. റെറ്റിക്കുലേറ്റ് വീനേഷൻ മക്കളെ മനസ്സിലാക്കിക്കോ, റെറ്റിക്കുലേറ്റ് വീനേഷൻ ഡൈക്കോട്ട് ചെടികളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ വീറ്റ്, തുളസി, മെയ്സ്, ഗ്രാസ്, കൊറിയാൻഡർ, ചൈന റോസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വീറ്റിനില്ല, തുളസിക്കുണ്ട്. തീർച്ചയായിട്ടും തുളസി ഡൈക്കോട്ടാണ്. അപ്പോൾ തുളസിയുണ്ട്. ഇനി മെയ്സ് ഇല്ല, ഗ്രാസ് ഇല്ല, കൊറിയാൻഡർ ഉണ്ട്, മല്ലിയാണ് കൊറിയാൻഡർ ലീഫ് ഉണ്ട്. ചൈന റോസ് തീർച്ചയായിട്ടും എന്താണ്? റെറ്റിക്കുലേറ്റ് വീനേഷൻ. സോ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, തുളസി, ചൈന റോസ്, കൊറിയാൻഡർ ഹാവ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണാം റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും. റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുമ്പോൾ ഒരു മെയിൻ റിബ് ഉണ്ടാവും, പിന്നെ ഇതുപോലെ കുറേ വെയിൻസ് ഉണ്ടാവും ഇലകളിൽ, ഇതേപോലെ ആയിരിക്കും കാണാം. ഡൈക്കോട്ടിൻ്റെ ഇലകൾ, പ്ലാവിൻ്റെ ഇലയൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം, അത് റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. ഇനി പാരലൽ വീനേഷൻ എന്ന് പറയുമ്പോൾ ഇല ഏകദേശം ഇതുപോലെ വെയിൻസ് ഒക്കെ നേർരേഖയിലാണ് കാണാം, പാരലായിട്ട് കാണാം. അപ്പോൾ അതാണ് പാരലൽ വീനേഷൻ. അപ്പോൾ ഗ്രാസുകളിലൊക്കെ കാണുന്നത്, മോണോകോട്ട് ചെടികളിൽ കാണുന്നത് പാരലൽ വീനേഷനാണ്. ഡൈക്കോട്ട് ചെടികളിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇഫ് എ പ്ലാന്റ് ഹാസ് ഫൈബ്രസ് റൂട്ട്. മക്കളെ, ഫൈബ്രസ് റൂട്ട് ആണെങ്കിൽ അത് മോണോകോട്ടായിരിക്കും. മോണോകോട്ട് ആണെങ്കിൽ എന്ത് വീനേഷനാണ്? പാരലൽ വീനേഷൻ. വളരെ എളുപ്പത്തിൽ കിട്ടി അല്ലേ? മോണോകോട്ട് ചെടികളിൽ പാരലൽ വീനേഷനാണ്. അപ്പോൾ അവിടെ മോണോകോട്ട് ചെടി എന്ന് ഡയറക്റ്റ്ലി പറയാതെ ഫൈബ്രസ് റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. മോണോകോട്ട് ചെടികൾക്കാണ് ഫൈബ്രസ് റൂട്ട്, ഡൈക്കോട്ട് ചെടികൾക്ക് ടാപ്പ് റൂട്ടാണ്. അപ്പോൾ ടാപ്പ് റൂട്ടുള്ള ഡൈക്കോട്ട് ചെടികളിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ. അതാണ് ഐഡിയ. രണ്ടാമത്തെ ചോദ്യം അതാണ്. ഇഫ് എ പ്ലാന്റ് ഹാസ് ലീഫ് വിത്ത് റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഒരു പ്ലാന്റിൻ്റെ ഇലകൾക്ക് റെറ്റിക്കുലേറ്റ് വീനേഷൻ ഉണ്ടെങ്കിൽ അതിന് എന്ത് റൂട്ട് ഉണ്ടാവും? റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് ഡൈക്കോട്ട് ചെടിയാണ്. ഡൈക്കോട്ട് ചെടിയാണെങ്കിൽ ഏത് തരം റൂട്ട്സ് ആണ് കാണുക? ടാപ്പ് റൂട്ടാണ് കാണുക. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ 5 മാർക്ക് ഉറപ്പിക്കാൻ പോവുകയാണ്. അവസാന ചോദ്യം, പാർട്സ് ഓഫ് ദ ഫ്ലവർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ പാർട്സ് ഓഫ് ഫ്ലവർ? ഫ്ലവറിന് 5 ഭാഗങ്ങളാണ് ഉള്ളത്. പെറ്റൽസ് ഉണ്ട്, സെപ്പൽസ് ഉണ്ട്, സ്റ്റെയ്മൻ ഉണ്ട്,
പിസ്റ്റിലുണ്ട്. ഓക്കെ അല്ലേ? ഫ്ലവറിൻ്റെ ഭാഗങ്ങളും പഠിച്ചു. ഇതാണ് അവസാനത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് 5 ചോദ്യങ്ങൾ മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഈ 5 ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റട്ടെ, കൃത്യമായി മനസ്സിലാക്കി എന്ന് തന്നെ കരുതുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായി സാർ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.